നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. +1 ഫോക്കസ് ഏരിയയിൽ നിന്നും ഭരണഘടനയുമായി ബന്ധപ്പെട്ട പോർഷനാണ് ഇന്ന് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായി ക്ലാസ് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഫോക്കസ് ഏരിയയുടെ മറ്റ് ക്ലാസ്സുകളുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ക്ലാസ് കാണാത്തവർ അതും കാണാൻ ശ്രമിക്കുക. ക്ലാസ്സിലേക്ക് കടക്കാം. ഫോക്കസ് ഏരിയയിൽ ചാപ്റ്റർ വൈസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, അതനുസരിച്ച് പഠിച്ചു പോകാം. ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുന്ന പോയിന്റ്സ് നോക്കാം. ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് രൂപം കൊടുത്തത് ആര്? ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് രൂപം കൊടുത്തത് ആര്? ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് രൂപം കൊടുത്തത്. ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് രൂപം കൊടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ. പറഞ്ഞ പോയിന്റ്സ് ഒന്നുകൂടി പറയുന്നു. ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് രൂപം കൊടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടന എഴുതി തയ്യാറായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയത് 1949 നവംബർ 26. ഭരണഘടന എഴുതി തയ്യാറാക്കി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയത് 1949 നവംബർ 26. ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ഒരു ഭരണഘടനയുടെ പ്രധാന ധർമ്മങ്ങൾ എന്തെല്ലാം? ഭരണഘടന ഏകോപനവും ഉറപ്പും നൽകുന്നു. ഭരണഘടന ഏകോപനവും ഉറപ്പും നൽകുന്നു. അതായത് ഒരു സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ ഏകോപനവും ഉറപ്പും അനുവദിക്കുന്ന ഒരു കൂട്ടം അടിസ്ഥാന നിയമങ്ങൾ നൽകുക എന്നതാണ് ഭരണഘടനയുടെ ആദ്യ ധർമ്മം. ഭരണഘടന എല്ലാ അംഗങ്ങൾക്കും ഒരേ നിയമങ്ങൾ നടപ്പിലാക്കുമെന്നും ആ നിയമങ്ങൾ അനുസരിക്കുവാൻ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഒരേപോലെ ഉത്തരവാദിത്വമുണ്ടെന്നും ഭരണഘടന ഉറപ്പു നൽകുന്നു. ഭരണഘടനയുടെ പ്രധാന ധർമ്മങ്ങളിൽ ആദ്യം പറഞ്ഞത് ഭരണഘടന ഏകോപനവും ഉറപ്പും നൽകുന്നു. രണ്ടാമത്തെ പോയിന്റ് തീരുമാനമെടുക്കുന്നതിനുള്ള അധികാരം വ്യക്തമാക്കൽ. ഒരു രാജ്യത്തിൽ തീരുമാനമെടുക്കാൻ ആർക്കാണ് അധികാരമുള്ളതെന്ന് വ്യക്തമാക്കുക എന്നതാണ് ഭരണഘടനയുടെ രണ്ടാമത്തെ ധർമ്മം. സർക്കാരിന്റെ വിവിധ വിഭാഗങ്ങളുടെ അധികാരങ്ങൾ ഭരണഘടനയിൽ വ്യക്തമായി നിർവചിക്കപ്പെട്ടിരിക്കുന്നു. തീരുമാനമെടുക്കുന്നതിനുള്ള അധികാരം വ്യക്തമാക്കലാണ് ഭരണഘടനയുടെ രണ്ടാമത്തെ ധർമ്മം. ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിർണയിക്കലാണ് മൂന്നാമത്തെ ധർമ്മം. ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിർണയിക്കൽ. ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് പരിധി നിശ്ചയിക്കുക എന്നതാണ് മൂന്നാമത്തെ ധർമ്മം. വ്യക്തിയുടെ മൗലിക അവകാശങ്ങൾ നിഷേധിക്കുവാനുള്ള ഭരണകൂട താൽപ്പര്യങ്ങളെ ഭരണഘടന നിയന്ത്രിക്കുന്നു. ഭരണഘടനയുടെ നാലാമത്തെ ധർമ്മം ഒരു സമൂഹത്തിന്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും. ഒരു സമൂഹത്തിന്റെ അഭിലാഷങ്ങൾ നിറവേറ്റുവാനും നീതിപൂർവകമായ സമൂഹത്തിന്റെ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുവാനും സർക്കാരിനെ പ്രാപ്തമാക്കുക എന്നതാണ് നാലാമത്തെ ധർമ്മം. ഭരണഘടനയിൽ അസമത്വത്തെ മറികടക്കുന്നതിനും സമൂഹത്തിന്റെ ക്ഷേമം ഉറപ്പാക്കുന്നതിനുമായി നിരവധി ക്രിയാത്മക നടപടികൾ ഉൾപ്പെടുത്താറുണ്ട്. അഞ്ചാമത്തെ ധർമ്മമായി പറയുന്നത് ജനതയുടെ മൗലിക വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കുന്നു. ഭരണഘടന ഒരു ജനതയുടെ അടിസ്ഥാന വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കുന്നു. പ്രാദേശികവും ഭാഷാപരവും സാമുദായികവുമായ താൽപ്പര്യങ്ങളെ മാറ്റി നിർത്തുന്നതിനും ദേശീയ വ്യക്തിത്വം സൃഷ്ടിക്കുന്നതിനും ഭരണഘടന സഹായകരമാണ്. ഒരു ഭരണഘടനയുടെ പ്രധാന ധർമ്മങ്ങളാണ് ഭരണഘടന ഏകോപനവും ഉറപ്പും നൽകുന്നു, തീരുമാനമെടുക്കുന്നതിനുള്ള അധികാരം വ്യക്തമാക്കുന്നു, ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിർണയിക്കുന്നു, ഒരു സമൂഹത്തിന്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും നിറവേറ്റാൻ പ്രാപ്തരാക്കുന്നു,
ജനതയുടെ മൗലിക വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കുന്നു. ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ഭരണഘടന എന്നറിയപ്പെടുന്നു. എന്തുകൊണ്ട്? ഇന്ത്യൻ ഭരണഘടന അതിൻ്റെ പല ഭാഗങ്ങളും വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്തവയാണ്. ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത പ്രധാന വ്യവസ്ഥകൾ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും പാർലമെന്ററി വ്യവസ്ഥ, നിയമവാഴ്ച, സ്പീക്കർ എന്ന സ്ഥാനവും അധികാരങ്ങളും നിയമനിർമ്മാണ സംവിധാനം എന്നിവയും കടമെടുത്തിട്ടുണ്ട്. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുള്ളത് പാർലമെന്ററി വ്യവസ്ഥ, നിയമവാഴ്ച, സ്പീക്കറിന്റെ അധികാരങ്ങൾ, നിയമനിർമ്മാണ സംവിധാനം. പാർലമെന്ററി വ്യവസ്ഥ, നിയമവാഴ്ച, സ്പീക്കറിന്റെ അധികാരങ്ങൾ, നിയമനിർമ്മാണ സംവിധാനം. ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ളത് മൗലിക അവകാശങ്ങൾ, നീതിന്യായ പുനഃപരിശോധന, സ്വതന്ത്ര നീതിന്യായ സംവിധാനം. മൗലിക അവകാശങ്ങൾ, നീതിന്യായ പുനഃപരിശോധന, സ്വതന്ത്ര നീതിന്യായ സംവിധാനം. ഇന്ത്യൻ ഭരണഘടന നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തിരിക്കുന്നത് ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടന നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തിരിക്കുന്നത് ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നാണ്. അവശിഷ്ട അധികാരം, അർദ്ധ ഫെഡറൽ സംവിധാനം എന്നിവ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് കനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ്. അർദ്ധ ഫെഡറൽ സംവിധാനം, അവശിഷ്ട അധികാരം എന്നിവ കടമെടുത്തിരിക്കുന്നത് കനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടന അതിൻ്റെ പല ഭാഗങ്ങളും വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ഭരണഘടന എന്നറിയപ്പെടുന്നു. നെക്സ്റ്റ് സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോകുന്നു. ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഒരു അവകാശ പത്രിക വേണമെന്ന ആവശ്യം ആദ്യമായി ഉന്നയിച്ചത് മോത്തിലാൽ നെഹ്റു കമ്മിറ്റിയാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഒരു അവകാശ പത്രിക വേണമെന്ന ആവശ്യം ആദ്യമായി ഉന്നയിച്ചത് മോത്തിലാൽ നെഹ്റു കമ്മിറ്റി. ജുഡീഷ്യറിക്ക് പുറമെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന മറ്റു ഏജൻസികളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ. ജുഡീഷ്യറിക്ക് പുറമെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന മറ്റു ഏജൻസികളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ. നിയമവിരുദ്ധമായ അറസ്റ്റ് ചോദ്യം ചെയ്യപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. നിയമവിരുദ്ധമായ അറസ്റ്റ് ചോദ്യം ചെയ്യുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഡോക്ടർ അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച മൗലിക അവകാശമാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഡോക്ടർ അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച മൗലിക അവകാശമാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. 1976 ഏത് ഭേദഗതിയിലൂടെ മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ചേർത്തത്? 42. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ചേർത്തത്. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ചേർത്തത്. 1978 എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശം അല്ലാതെയാക്കിയത്? 44ാമത്തെ ഭേദഗതി. 1978 44ാം ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശം അല്ലാതാക്കിയത്. സ്വത്തവകാശം ഇപ്പോൾ ലീഗൽ അവകാശമാണ്. സ്വത്തവകാശം ഇപ്പോൾ ലീഗൽ അവകാശമാണ്. ആർട്ടിക്കിൾ 300A പരാമർശിക്കുന്നത് സ്വത്തവകാശത്തെക്കുറിച്ചാണ്. ആർട്ടിക്കിൾ 300A പരാമർശിക്കുന്നത് സ്വത്തവകാശത്തെക്കുറിച്ചാണ്. നെക്സ്റ്റ് പറയുന്നു, മൗലിക അവകാശങ്ങളും സാധാരണ അവകാശങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സാധാരണ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതും നടപ്പിലാക്കുന്നതും സാധാരണ നിയമമാണ്. എന്നാൽ മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുന്നതും ഉറപ്പാക്കുന്നതും രാജ്യത്തെ ഭരണഘടനയാണ്. സാധാരണ നിയമനിർമ്മാണ പ്രക്രിയകളിലൂടെ സാധാരണ അവകാശങ്ങളിൽ മാറ്റം വരുത്താം. എന്നാൽ മൗലിക അവകാശങ്ങളിൽ മാറ്റം വരുത്താൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. നോട്ട് ചെയ്ത് പഠിക്കണം. സാധാരണ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതും നടപ്പിലാക്കുന്നതും സാധാരണ നിയമമാണ്. എന്നാൽ മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുന്നതും ഉറപ്പാക്കുന്നതും രാജ്യത്തെ ഭരണഘടനയാണ്.
സാധാരണ നിയമനിർമ്മാണ പ്രക്രിയകളിലൂടെ സാധാരണ അവകാശങ്ങളിൽ മാറ്റം വരുത്താം. എന്നാൽ മൗലിക അവകാശങ്ങളിൽ മാറ്റം വരുത്താൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഭരണഘടന പൗരന് ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ ഏതെല്ലാം? ഭരണഘടനയിലെ പാർട്ട് 3 ആർട്ടിക്കിൾ 14 മുതൽ 32 വരെയുള്ള ഭാഗങ്ങൾ മൗലിക അവകാശങ്ങളെക്കുറിച്ച് വിവരിക്കുന്നു. ഭരണഘടനയിലെ പാർട്ട് 3 ആർട്ടിക്കിൾ 14 മുതൽ 32 വരെയുള്ള ഭാഗങ്ങൾ മൗലിക അവകാശങ്ങളെക്കുറിച്ച് വിവരിക്കുന്നു. 1979 വരെ 7 മൗലിക അവകാശങ്ങൾ പൗരന് നൽകി വന്നിരുന്നു. 1979 44 ഭേദഗതിയിലൂടെ സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും ഒഴിവാക്കി. 1979 44 ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും ഒഴിവാക്കി. ഇപ്പോൾ 6 മൗലിക അവകാശങ്ങൾ പൗരന് ഉറപ്പു നൽകുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളുടെ ഒരു പട്ടിക ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൗലിക അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ആവശ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നു. മൗലിക അവകാശങ്ങൾ അനുവദിക്കണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ചത് മോത്തിലാൽ നെഹ്റു കമ്മിറ്റിയാണ്. നോട്ട് ചെയ്യണം, മൗലിക അവകാശങ്ങൾ അനുവദിക്കണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ചത് മോത്തിലാൽ നെഹ്റു കമ്മിറ്റിയാണ്. ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ: 1 സമത്വ അവകാശം, 2 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, 3 ചൂഷണത്തിന് എതിരെയുള്ള അവകാശം, 4 മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, 5 സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, 6 ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ: സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിന് എതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഫസ്റ്റ് 1 സമത്വ അവകാശം. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയുള്ള വകുപ്പുകൾ. സമത്വ അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണമാണ്. 14 മുതൽ 18 വരെയുള്ള വകുപ്പുകളിൽ അവ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിൽ സമത്വം, നിയമം മുഖേന തുല്യ സംരക്ഷണം എന്നിവ ഉറപ്പു നൽകുന്നു. ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിൽ സമത്വം, നിയമം മുഖേന തുല്യ സംരക്ഷണം എന്നിവ ഉറപ്പു നൽകുന്നു. ആർട്ടിക്കിൾ 15 വിവേചനത്തിൽ നിന്നും സംരക്ഷണം നൽകുന്നു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15 മതം, വർഗം, ജാതി, ലിംഗം, ജന്മദേശം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കുന്നു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15 മതം, വർഗം, ജാതി, ലിംഗം, ജന്മദേശം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കുന്നു. ആർട്ടിക്കിൾ 16 അവസര സമത്വം ഉറപ്പു നൽകുന്നു. ഇത് സർക്കാർ ജോലിയുടെ കാര്യത്തിൽ പൗരന്മാർക്ക് അവസര സമത്വം നൽകുന്നു. ആർട്ടിക്കിൾ 17 അയിത്ത നിർമ്മാർജ്ജനം ഉറപ്പു നൽകുന്നു. ഇത് അയിത്തം നിരോധിക്കുന്നു. അതിൻ്റെ ഏതെങ്കിലും രൂപത്തിലുള്ള ആചരണം നിയമപ്രകാരം ശിക്ഷാർഹമായിരിക്കുന്നു. ആർട്ടിക്കിൾ 18 ബഹുമതികൾ സ്വീകരിക്കുന്നത് തടയുന്നു. പട്ടാള ബഹുമതികളും വിദ്യാഭ്യാസ ബഹുമതികളും ഒഴിച്ച് ബഹുമതികൾ നൽകുന്നതിൽ നിന്ന് ആർട്ടിക്കിൾ 18 വകുപ്പ് രാഷ്ട്രത്തെ വിലക്കുന്നു. ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിൽ തുല്യ സംരക്ഷണം. ആർട്ടിക്കിൾ 15 വിവേചനത്തിൽ നിന്നും സംരക്ഷണം നൽകുന്നു. ആർട്ടിക്കിൾ 16 അവസര സമത്വം ഉറപ്പാക്കുന്നു. ആർട്ടിക്കിൾ 17 അയിത്ത നിർമ്മാർജ്ജനം ഉറപ്പു നൽകുന്നു. ആർട്ടിക്കിൾ 18 ബഹുമതികൾ സ്വീകരിക്കുന്നത് തടയുന്നു. നെക്സ്റ്റ് പറയുന്നു സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം. ഭരണഘടനയിലെ 19 മുതൽ 22 വരെയുള്ള വകുപ്പുകൾ ഇന്ത്യൻ പൗരന്മാർക്കുള്ള സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉറപ്പാക്കുന്നു. ഈ അവകാശം പൗര സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനമാണ്. ഭരണഘടനയിൽ 19 മുതൽ 22 വരെയുള്ള വകുപ്പുകൾ ഇന്ത്യൻ പൗരന്മാർക്കുള്ള സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉറപ്പാക്കുന്നു. ഈ അവകാശം പൗര സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനമാണ്. നെക്സ്റ്റ് മൗലിക അവകാശമാണ് ചൂഷണത്തിന് എതിരെയുള്ള അവകാശം. ഭരണഘടനയിലെ 23, 24 വകുപ്പുകൾ ചൂഷണത്തിന് എതിരെയുള്ള അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. ഭരണഘടനയിൽ 23, 24 വകുപ്പുകൾ ചൂഷണത്തിന് എതിരെയുള്ള അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. ഭരണഘടനയിലെ 23-ാം വകുപ്പ് അസന്മാർഗിക ചെയ്തികളെയും അടിമപ്പണികളെയും മറ്റു നിർബന്ധിത തൊഴിലുകളെയും നിരോധിക്കുന്നു. ആർട്ടിക്കിൾ 24 ഏതെങ്കിലും ഫാക്ടറികളിൽ അല്ലെങ്കിൽ ഖനികളിൽ അതുമല്ലെങ്കിൽ അപകടകരമായ മറ്റേതെങ്കിലും മേഖലകളിൽ 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കൊണ്ട് തൊഴിൽ ചെയ്യിക്കുന്നത് നിരോധിക്കുന്നു. ഭരണഘടനയിലെ 23, 24 വകുപ്പുകൾ ചൂഷണത്തിന് എതിരെയുള്ള അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു.
ഭരണഘടനയിലെ 23-ാം വകുപ്പ് അടിമപ്പണിയും ആർട്ടിക്കിൾ 24-ാം വകുപ്പ് ബാലവേലയെയും നിരോധിക്കുന്നു. നെക്സ്റ്റ്, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. അതിനാൽ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നു. ഭരണഘടനയുടെ വകുപ്പ് 25 വ്യക്തികൾക്ക് സ്വന്തം മനസാക്ഷി അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കുന്നു. ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുള്ള അവകാശം നൽകുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ ബോധങ്ങൾ നൽകുന്നത് ഭരണഘടനയിലെ 28 വകുപ്പ് നിരോധിക്കുന്നു. ഭരണഘടനയിലെ അടുത്ത മൗലിക അവകാശമാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം. ഭരണഘടനയുടെ 29-30 വകുപ്പുകളിലാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമ്മുടെ ഭരണഘടന ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയ്ക്കും സംരക്ഷണം നൽകുന്നു. മതമോ ഭാഷയോ പരിഗണിക്കാതെ എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം ഉറപ്പു നൽകുന്നു. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ പ്രതിപാദിക്കുന്ന വകുപ്പുകളാണ് ആർട്ടിക്കിൾ 29-30. ഭരണഘടനയിലെ 29-30 വകുപ്പുകളിലാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന അടുത്ത മൗലിക അവകാശം ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെ ഡോക്ടർ അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നാണ് വിശേഷിപ്പിച്ചത്. മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിന് വകുപ്പ് 32 പ്രകാരം സുപ്രീം കോടതിയെയോ വകുപ്പ് 226 പ്രകാരം ഹൈക്കോടതിയോ സമീപിക്കാൻ പൗരന് അവകാശം നൽകുന്നു. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെ ഡോക്ടർ അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നാണ് വിശേഷിപ്പിച്ചത്. അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശത്തെ. മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിന് സുപ്രീം കോടതിയെ സമീപിക്കാൻ പ്രതിപാദിക്കുന്ന വകുപ്പാണ് വകുപ്പ് 32. വകുപ്പ് 226 പ്രകാരം ഹൈക്കോടതിയെ സമീപിക്കാൻ പൗരന് അവകാശം നൽകുന്നു. വകുപ്പ് 32 അനുസരിച്ച് സുപ്രീം കോടതിയും വകുപ്പ് 226 അനുസരിച്ച് ഹൈക്കോടതിയും സമീപിക്കാൻ പൗരന് അവകാശം നൽകുന്നു. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പലതരത്തിലുള്ള പ്രത്യേക ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നു. ഇവ റിട്ടുകൾ എന്നറിയപ്പെടുന്നു. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പലതരത്തിലുള്ള പ്രത്യേക ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നു. ഇവ റിട്ടുകൾ എന്നറിയപ്പെടുന്നു. റിട്ടുകൾ ഹേബിയസ് കോർപ്പസ്, മെൻഡാമസ്, പ്രൊഹിബിഷൻ, കോ വാറന്റോ, സെർഷ്യൂററി. ഹേബിയസ് കോർപ്പസ്, മെൻഡാമസ്, പ്രൊഹിബിഷൻ, കോ വാറന്റോ, സെർഷ്യൂററി. നെക്സ്റ്റ് നോക്കുന്നത് അടുത്ത ചാപ്റ്റർ തെരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും. ഇന്ത്യയിലെ ലോകസഭ, നിയമസഭ തെരഞ്ഞെടുപ്പുകൾ ഏത് വ്യവസ്ഥ പ്രകാരമുള്ളതാണ്? കേവല ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരമാണ് ഇന്ത്യയിലെ ലോകസഭ, നിയമസഭ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത്. ഇന്ത്യയിലെ ലോകസഭ, നിയമസഭ തെരഞ്ഞെടുപ്പുകൾ ഏത് വ്യവസ്ഥ പ്രകാരമാണ് നടത്തുന്നത്? കേവല ഭൂരിപക്ഷ സമ്പ്രദായം. കേവല ഭൂരിപക്ഷ സമ്പ്രദായം അനുസരിച്ചാണ് ഇന്ത്യയിൽ ലോകസഭ, നിയമസഭ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത്. രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഏത് വ്യവസ്ഥ പ്രകാരമാണ്? ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പ്രകാരമാണ് രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പ്രകാരം. രാജ്യസഭ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? MLA-മാരാണ് രാജ്യസഭ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. വോട്ടിംഗ് പ്രായം 21 നിന്നും 18 മാറ്റിയ വർഷം 1989. വോട്ടിംഗ് പ്രായം 21 നിന്നും 18 മാറ്റിയ വർഷം 1989. 1989 61-ാം ഭേദഗതിയിലൂടെയാണ് വോട്ടിംഗ് പ്രായം 21 നിന്നും 18 കുറച്ചത്. 1989 61-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 മാറ്റിയത്. മണ്ഡലങ്ങളുടെ സംവരണം സംബന്ധിച്ച തീരുമാനമെടുക്കുന്ന കമ്മീഷനാണ് അതിർത്തി നിർണയ കമ്മീഷൻ. മണ്ഡലങ്ങളുടെ സംവരണം സംബന്ധിച്ച തീരുമാനമെടുക്കുന്ന കമ്മീഷൻ അതിർത്തി നിർണയ കമ്മീഷൻ. മണ്ഡലങ്ങളുടെ അതിർത്തികൾ നിർണയിക്കുന്ന കമ്മീഷനാണ് അതിർത്തി നിർണയ കമ്മീഷൻ. മണ്ഡലങ്ങളുടെ സംവരണം സംബന്ധിച്ച തീരുമാനമെടുക്കുന്നതും മണ്ഡലങ്ങളുടെ അതിർത്തി നിർണയിക്കുന്നതുമായ കമ്മീഷനാണ് അതിർത്തി നിർണയ കമ്മീഷൻ. ഇന്ത്യയിലെ ലോകസഭ, നിയമസഭ തെരഞ്ഞെടുപ്പുകൾ കേവല ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരമാണ് നടക്കുന്നത്.
രാജ്യസഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായ പ്രകാരമാണ്. രാജ്യസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് MLA-മാരാണ്. വോട്ടിംഗ് പ്രായം 21 നിന്നും 18 മാറ്റിയ വർഷം 1989. 61-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 1989 വോട്ടിംഗ് പ്രായം 21 നിന്നും 18 കുറച്ചു. മണ്ഡലങ്ങളുടെ സംവരണം സംബന്ധിച്ച തീരുമാനവും മണ്ഡലങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതും സംബന്ധിച്ച കമ്മീഷനാണ് അതിർത്തി നിർണയ കമ്മീഷൻ. എന്താണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ? ഈ വ്യവസ്ഥ പ്രകാരം രാജ്യത്തെ അനേകം നിയോജക മണ്ഡലങ്ങൾ അഥവാ ജില്ലകളായി വിഭജിക്കുന്നു. ഓരോ നിയോജക മണ്ഡലവും ഓരോ പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നു. സമ്മതിദായകർ വോട്ട് ചെയ്യുന്നത് സ്ഥാനാർത്ഥിക്കാണ്. ഒരു കക്ഷിക്ക് അതിന് കിട്ടിയ വോട്ടിൻ്റെ വിഹിതത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ നിയമനിർമ്മാണ സഭയിൽ ലഭിച്ചു എന്ന് വരാം. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷ വോട്ടുകൾ കിട്ടിക്കൊള്ളണമെന്നില്ല. UK, ഇന്ത്യ എന്നിവിടങ്ങളിൽ ഈ വ്യവസ്ഥ നിലനിൽക്കുന്നു. കേവല ഭൂരിപക്ഷ വ്യവസ്ഥ നിലനിൽക്കുന്ന 2 രാജ്യങ്ങളാണ് UK, ഇന്ത്യ. ഈ വ്യവസ്ഥ പ്രകാരം രാജ്യത്തെ അനേകം നിയോജക മണ്ഡലങ്ങൾ അഥവാ ജില്ലകളായി വിഭജിക്കുന്നു. എക്സാമിന് ചോദിക്കാം, ഏത് വ്യവസ്ഥ പ്രകാരമാണ് രാജ്യത്തെ അനേകം നിയോജക മണ്ഡലങ്ങൾ അഥവാ ജില്ലകളായി വിഭജിക്കുന്നത്? കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. കേവല ഭൂരിപക്ഷ വ്യവസ്ഥ പ്രകാരം ഓരോ നിയോജക മണ്ഡലവും ഓരോ പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നു. കേവല ഭൂരിപക്ഷ വ്യവസ്ഥ പ്രകാരം സമ്മതിദായകർ വോട്ട് ചെയ്യുന്നത് ഓരോ സ്ഥാനാർത്ഥിക്കായിരിക്കും. ഒരു കക്ഷിക്ക് അതിന് കിട്ടിയ വോട്ടിൻ്റെ വിഹിതത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ നിയമനിർമ്മാണ സഭയിൽ ലഭിച്ചു എന്നും വരാം. കേവല ഭൂരിപക്ഷ വ്യവസ്ഥ നിലനിൽക്കുന്ന 2 രാജ്യങ്ങളാണ് UK, ഇന്ത്യ. നെക്സ്റ്റ് പറയുന്നു, എന്താണ് ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം? ഈ വ്യവസ്ഥയനുസരിച്ച് രാജ്യത്തെ മുഴുവൻ ഒരു ഏക നിയോജക മണ്ഡലമായി കണക്കാക്കുന്നു. ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒന്നിലധികം പ്രതിനിധികളെ തെരഞ്ഞെടുക്കാം. സമ്മതിദായകർ വോട്ട് ചെയ്യുന്നത് രാഷ്ട്രീയ കക്ഷിക്കാണ്. ഓരോ കക്ഷിക്കും അതിന് കിട്ടിയ വോട്ടിൻ്റെ ശതമാനത്തിന് ആനുപാതികമായി നിയമനിർമ്മാണ സഭയിൽ സീറ്റുകൾ ലഭിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷ വോട്ട് ലഭിക്കുന്നു. ഇസ്രായേൽ, നെതർലൻഡ് എന്നിവിടങ്ങളിൽ ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായമാണ് നിലനിൽക്കുന്നത്. ഇസ്രായേൽ, നെതർലൻഡ് എന്നീ രാജ്യങ്ങളിൽ ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായമാണ് നിലനിൽക്കുന്നത്. ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം അനുസരിച്ച് രാജ്യത്തെ മുഴുവൻ ഒരു ഏക നിയോജക മണ്ഡലമായി കണക്കാക്കുന്നു. ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒന്നിലധികം പ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നു. സമ്മതിദായകർ വോട്ട് ചെയ്യുന്നത് രാഷ്ട്രീയ കക്ഷിക്കായിരിക്കും. ഓരോ കക്ഷിക്കും അതിന് കിട്ടിയ വോട്ടുകളുടെ ശതമാനത്തിന് ആനുപാതികമായി നിയമനിർമ്മാണ സഭയിൽ സീറ്റുകൾ ലഭിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷ വോട്ട് ലഭിക്കുന്നു. ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം നിലനിൽക്കുന്ന 2 രാജ്യങ്ങളാണ് ഇസ്രായേൽ, നെതർലൻഡ്. നെക്സ്റ്റ് പറയുന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരങ്ങളും ചുമതലകളും. സ്വാതന്ത്ര്യവും നീതിപൂർവകവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് നടത്താൻ ഇന്ത്യയിൽ ഒരു ഇലക്ഷൻ കമ്മീഷൻ 1950 സ്ഥാപിതമായി. നോട്ട് ചെയ്യണം, ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1950. ഇന്ത്യൻ ഭരണഘടനയിലെ 324 വകുപ്പാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 324 തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സ്വതന്ത്ര സ്ഥാപനമാണ്. തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം, സംവിധാനം, നിയന്ത്രണം എന്നീ 3 ചുമതലകളാണ് കമ്മീഷൻ മുഖ്യമായും നിർവഹിക്കുന്നത്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സഹായിക്കുന്നതിന് വേണ്ടി ഓരോ സംസ്ഥാനത്തിലും ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഉണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഉത്തരവാദിത്വം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ചുമതല സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്കാണുള്ളത്. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1950. ഇന്ത്യൻ ഭരണഘടനയിലെ 324 വകുപ്പ് അനുസരിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സ്വതന്ത്ര സ്ഥാപനമാണ്. തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം, സംവിധാനം, നിയന്ത്രണം എന്നീ 3 ചുമതലകളാണ് കമ്മീഷൻ മുഖ്യമായും നിർവഹിക്കുന്നത്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സഹായിക്കുന്നതിന് വേണ്ടി ഓരോ സംസ്ഥാനത്തിലും ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ഉത്തരവാദിത്തം അതാത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്കാണുള്ളത്. നെക്സ്റ്റ്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ. ലോകസഭ, രാജ്യസഭ, നിയമനിർമ്മാണ സഭകൾ എന്നിവയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുക. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരെ തെരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പ് നടത്തുക. തെരഞ്ഞെടുപ്പിന് ആവശ്യമായ വോട്ടർ പട്ടിക തയ്യാറാക്കുക. വോട്ടർ പട്ടിക പരിഷ്കരിക്കുകയും പുതുക്കുകയും ചെയ്യുക. തെരഞ്ഞെടുപ്പ് തീയതികൾ നിശ്ചയിക്കുക.
തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ, ഫലപ്രഖ്യാപനം എന്നീ തീയതികൾ പ്രഖ്യാപിക്കുക. രാഷ്ട്രീയ കക്ഷികൾക്ക് അംഗീകാരം നൽകുക. ചിഹ്നങ്ങൾ അനുവദിക്കുക. തെരഞ്ഞെടുപ്പ് ചിലവുകൾ പരിധി നിർണ്ണയിക്കുക. തെരഞ്ഞെടുപ്പ് തർക്കങ്ങളും കേസുകളും തീർപ്പാക്കുക. പെരുമാറ്റച്ചട്ടം പ്രഖ്യാപിക്കുക. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കുക. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രധാന ചുമതലകൾ ലോക്സഭ, രാജ്യസഭ, നിയമനിർമ്മാണ സഭകൾ എന്നിവയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുക. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരെ തെരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പ് നടത്തുക. തെരഞ്ഞെടുപ്പിന് ആവശ്യമായ വോട്ടർ പട്ടിക തയ്യാറാക്കുക. വോട്ടർ പട്ടിക പരിഷ്കരിക്കുകയും പുതുക്കുകയും ചെയ്യുക. തെരഞ്ഞെടുപ്പ് തീയതികൾ നിശ്ചയിക്കുക. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ, ഫലപ്രഖ്യാപനം എന്നീ തീയതികൾ പ്രഖ്യാപിക്കുക. രാഷ്ട്രീയ കക്ഷികൾക്ക് അംഗീകാരം നൽകുക. ചിഹ്നങ്ങൾ അനുവദിക്കുക. തെരഞ്ഞെടുപ്പ് ചിലവുകൾക്ക് പരിധി നിർണ്ണയിക്കുക. തെരഞ്ഞെടുപ്പ് തർക്കങ്ങളും കേസുകളും തീർപ്പാക്കുക. പെരുമാറ്റച്ചട്ടം പ്രഖ്യാപിക്കുക. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കുക. ഇത്രയും കണ്ടന്റാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. +1 ഫോക്കസ് ഏരിയ ഭരണഘടന എന്ന ടോപ്പിക്കിൽ നിന്നും PSCക്ക് ആവശ്യമായ കണ്ടന്റ് ഉൾപ്പെടുത്തിയ ക്ലാസ്സാണ്. ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണും വരെ നന്ദി.